1957 ജനുവരി 10 ജനിച്ച് സത്യദൈവത്തെ ഭയമോ യാതൊരു മനുഷ്യനെയും ശങ്കയുമില്ലാതെ ജീവിച്ച് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് കളരിക്കൽ മത്തായിയുടെ മകൻ ജോസഫ് എന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു. കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ പൂഞ്ഞാർ എന്ന സ്ഥലത്ത് കളരിക്കൽ എലിം വില്ലയിൽ CSI പാരമ്പര്യത്തിൽ കുര്യൻ മത്തായിയുടെയും അന്നമ്മ മാത്യുവിൻ്റെയും 4 മക്കളിൽ ഇളയവനായി താൻ ജനിച്ചു. വയലും വിളയുമായി 27 പരം ഏക്കർ വസ്തുവകയുള്ള വീട്ടിലെ മകൻ. അല്ലലില്ല, പട്ടിണിയില്ല, സമൃദ്ധിയായ ബാല്യകാല ജീവിതം. പിന്നീട് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ പാപസുഖങ്ങളും ദോഷവഴികളും ഇഷ്ടപ്പെട്ടു വളർന്നു. യൗവനത്തിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കൂടി കിട്ടിയപ്പോൾ എല്ലാം തികഞ്ഞു എന്ന അഹംഭാവവും തനിക്കുണ്ടായി. ആരെയും വകവച്ചില്ല. വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന ദൈവദാസന്മാരെ പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടു. നാട്ടിൽ സകല പ്രശ്നങ്ങളിലും ചെന്നുപെട്ട് ഒടുവിൽ നാടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടാത്തവനായി തീർന്നു. അപ്പനും അമ്മയ്ക്കും തലവേദനയായി മാറി. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ താൻ തീരുമാനിച്ചു. ഒരു ദിവസം കൊയ്ത്ത് കഴിഞ്ഞ് വയലിൽ കറ്റ കെട്ടി കളത്തിൽ അടുക്കിയിരിക്കുന്നു. കാവൽമാടം കളത്തിൻ്റെ ഒരറ്റത്ത്. മരിക്കും മുമ്പ് ഒരിക്കൽ കൂടി അപ്പനെയും അമ്മയെയും അവർ ഉറങ്ങുന്ന മുറിയിൽ ചെന്ന് അരണ്ട വെളിച്ചത്തിൽ കണ്ടു. മനസ്സുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് വിഷം നിറഞ്ഞ കുപ്പിയുമായി കളത്തിലെത്തി. അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കറ്റക്കൂമ്പാരങ്ങളിലും കാവൽ മാടത്തെയും മുഷ്ടി ചുരുട്ടി അടിച്ചും ഇടിച്ചും ഉറക്കെ നിലവിളിച്ചും മരണസമയത്തോടടുത്തു. ഒടുവിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് മരിക്കാൻ ആഗ്രഹിച്ച് അവിടെ മുട്ടുകുത്തി. ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്നെ ആർക്കും വേണ്ട. നരകത്തിൽ പോകാൻ എനിക്കിഷ്ടമല്ല. സ്വർഗത്തിൽ പോകാൻ എനിക്ക് കഴിയുകയുമില്ല. ജീവിക്കാൻ താല്പര്യവുമില്ല. ആകയാൽ ഞാൻ ഈ മാർഗം സ്വീകരിക്കുകയാണ്. പെട്ടെന്ന് താൻ മയങ്ങിപ്പോയി. അപ്പോൾ താൻ ഒരു ദർശനം കണ്ടു. ഒരറ്റം മുതൽ മലയാള ഭാഷയിൽ എഴുതിയ വലിയ ഒരു പേപ്പർ. അതിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്നു: ഒടുവിൽ ഇത് മുഴുവൻ നിന്റെ പാപമാണ് എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ മയക്കം തെളിഞ്ഞു. എന്തു സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാതെ അല്പനേരം കഴിഞ്ഞുപോയി. വീണ്ടും താൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴും താൻ ഒരു ദർശനം കണ്ടു. നീണ്ട താടിയും മുടിയുമുള്ള ദൂതതുല്യം ശോഭ ഉള്ള ഒരു ദിവ്യനായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തലയിൽ നിന്നും മുഖത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങി അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം രക്തത്തിൽ നനഞ്ഞ് ഒടുവിൽ അദ്ദേഹം വീണ് കിടക്കുന്ന കാഴ്ച. ഇത് കണ്ടപ്പോൾ ജോസഫിൻ്റെ കരാട്ടെ ശക്തി ഉണർന്നു. അവിടെ നിന്ന് താൻ വെല്ലുവിളിച്ചു: ഈ മനുഷ്യനെ ഉപദ്രവിച്ചവൻ ആരാടാ? തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇറങ്ങി വാ, കാണിച്ചു തരാമെന്ന് താൻ ആക്രോശിച്ചു. ആരുമില്ല വെല്ലുവിളി ഏറ്റെടുക്കാൻ. പെട്ടെന്നോർത്തു, ആ മനുഷ്യൻ മരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് വീണ് കിടക്കുന്ന വ്യക്തിയുടെ അടുക്കലെത്തി. പൊക്കിയെടുക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായി മുഖം തൻ്റെ നേരെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു: മകനെ, നീയാണ് എന്നെ അടിച്ചത്, നീയാണ് എന്നെ ഉപദ്രവിച്ചത്. പെട്ടെന്ന് ഉറക്കമുണർന്നു. അവിടെ വെച്ചൊരു പുതിയ തീരുമാനം താൻ എടുത്തു. ഇനിയും നല്ലവനായി ജീവിക്കും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചു. 1998 IPC വെണ്ണിക്കുളം സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. വ്യക്തിപരമായ തൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്: കർത്താവേ, സ്വർഗത്തിലെ ദൂതന്മാർ പാടുന്ന പാട്ടുപാടുവാൻ ദൈവജനത്തിന് കൃപ നൽകണമേ. സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും പാട്ടിനോട് പൊതുവെ തനിക്കുള്ള ഇഷ്ടവും പാടാൻ ദൈവം നൽകിയ താലന്തും പ്രയോജനപ്പെടുത്തുന്ന കർത്തൃദാസൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തൽഫലമായി ഉപവാസ പ്രാർത്ഥനാ ദിനങ്ങളിൽ ഒരു ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് ഹാളിൽ വിശ്രമിക്കുമ്പോൾ ഒരു ദർശനം തനിക്ക് കർത്താവ് നൽകി. കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നു. മൃതന്മാർ ആർത്തു പാടുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരും ദൂതതുല്യരായി തീർന്ന് സ്വർഗത്തിലെ പാട്ട് പാടുന്ന കാഴ്ച കണ്ട് ഉറക്കമുണർന്നു. ഈ ദർശനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ ദൈവം നൽകിയ ഈണത്തിൽ പാടിത്തുടങ്ങിയ ഗാനമാണ് എൻ്റെ പ്രിയൻ വാനിൽ വരാറായി എന്ന ഗാനം. തുടർന്ന് ദൈവം നൽകിയ ആലോചനയാൽ ബാക്കി വരികളും എഴുതി ചേർന്നു: തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ.